കെ.ജി. മാരാർ ഉദുമയിൽ മത്സരിച്ച ഈ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂത്തുപറമ്പിൽ നിന്ന് മത്സരിച്ചത്. അന്ന് BLDയുടെ പിന്തുണ സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടേണ്ടതാണ്. പക്ഷേ കൂത്തുപറമ്പിലെ അക്കാലത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുക. CPIM RSS ഏറ്റുമുട്ടൽ തുടങ്ങുന്നത് കണ്ണൂരല്ല, കോഴിക്കോടാണ്. കോഴിക്കോട് CPIMന്റെ ഏറ്റവും ഊർജ്ജസ്വലനായ പ്രവർത്തകനായിരുന്ന PP സുലൈമാൻ കൊല്ലപ്പെടുന്നു. RSS പ്രവർത്തകരായിരുന്നു പ്രതികൾ. അന്നു മുതൽ ആരംഭിച്ചതാണ് സംഘർഷം. ഇതിനു പിന്നാലെയാണ് തലശ്ശേരിയിൽ വാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെടുന്നത്. രാമകൃഷ്ണൻ ജനസംഘത്തിന്റെ പ്രവർത്തകനായാണ് അറിയപ്പെട്ടത്. രാമകൃഷ്ണൻ വധക്കേസ് രേഖകളിൽ കുറ്റാരോപിതരായി 2 പേർ ഉണ്ടായിരുന്നു, പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും. വാടിക്കൽ രാമകൃഷ്ണന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നാണ് CPIM കോടതിയിൽ വാദിച്ചത്. ഗണേഷ് BD കമ്പനിയിൽ തൊഴിലാളികൾ 2 തട്ടിലായിരുന്നു. ഉടമകളുടെ കയ്യാളായിരുന്നു രാമകൃഷ്ണൻ എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. 2 സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടു. കേസിൽ പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും കോടതി വെറുതെ വിട്ടു. കേസിൽ ഇതാണ് സംഭവിച്ചതെങ്കിലും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കണ്ണൂർ ജില്ലയിലെ RSS പ്രവർത്തകരുടെ നോട്ടപ്പുള്ളികളായിരുന്നു. അന്നു മുതൽ അവിടെ പ്രത്യേക പാറാവൊരുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കൊല്ലാൻ നടന്ന പിണറായി വിജയനായി RSSുകാർ കൂത്തുപറമ്പിൽ വോട്ട് പിടിക്കുമോ എന്നാണ് പാർട്ടി ഉയർത്തിയ ചോദ്യം. കൂത്തുപറമ്പിൽ ഏത് സാഹചര്യത്തിലും CPIM ജയിക്കും. ആ ചരിത്രം ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും വാദിക്കുന്നു.